ജനുവരി 18 രാത്രി 7 മണിക്ക് നേർരേഖയിൽ വടക്കേ മലബാറിന്റെ നീതിന്യായ ചരിത്രത്തിലേക്ക് ഒരു യാത്ര. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ്, മോട്ടോർ ആക്സിഡന്റ് ക്ലൈം ട്രിബ്യൂണൽ ജഡ്ജ് TK നിർമ്മല, ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്ലീഡർ K അജിത് കുമാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KA സജീവൻ എന്നിവർ നേർരേഖയിൽ എത്തുന്നു. 2025 ജനുവരി 25 തലശ്ശേരിക്ക് ഉത്സവ ദിനം. 222 വർഷം പഴക്കമുള്ള നീതിന്യായ തറവാടിന് പുതിയ വീട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നീതിന്യായ സംവിധാനങ്ങളുടെ ആസ്ഥാനമായിരുന്ന പൈതൃക നഗരിയിൽ അറബിക്കടലിന് അഭിമുഖമായി കേരളത്തിലെ ആദ്യത്തെ 8 നിലകളുള്ള കോടതി സമുച്ചയം 25 രാവിലെ 9:30 മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും ചേർന്ന് നാടിന് സമർപ്പിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ജനനേതാക്കൾക്ക് പുറമെ പങ്കെടുക്കുന്നത് കണ്ണൂർ ജില്ലക്കാരായ 5 ഹൈക്കോടതി ജഡ്ജിമാർ. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് 10 കോടതികൾ. 222 വർഷം പഴക്കമുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാറ്റമില്ലാതെ തുടരും. ഇപ്പോൾ 223ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അത്രയും പാരമ്പര്യമുള്ള ഒരു കോടതിയാണ്. അപ്പോൾ ഇവിടെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. അത് ഈ അവസരത്തിൽ ഇപ്പോൾ വന്നതിന് ശേഷം ഈ വർഷം തന്നെ ഇങ്ങനെ ഒരു പുതിയ കെട്ടിടം കൂടി ഉദ്ഘാടനിച്ച് ഭാഗമാക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമായി ഞാൻ കാണുകയാണ്. ഈ പുതിയ കെട്ടിടം ഈ മാസം 25-ാം തീയതി രാവിലെ 9:30 കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് നിതിൻ ചാംദാറും ചേർന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മജിസ്ട്രേറ്റ് കോടതികൾ നമ്മൾ കാണുന്നത് ഒരു വല്ലാത്തൊരു സീനാണ്. അവരുടെ കോടതികളിലേക്ക് കക്ഷികൾക്കും അഭിഭാഷകർക്കും കോടതി മുറികളിൽ എത്തിപ്പെടുക എന്നുള്ളത് തന്നെ പലപ്പോഴും അവർക്ക് കേസ് വിളിക്കുന്നത് കേൾക്കുന്നത് വരെ വലിയ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഞങ്ങൾക്ക് മൈക്ക് സംവിധാനമുണ്ട്, അതുകൊണ്ട് തന്നെ കേൾക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ പുതിയ കോടതിയാണെന്ന് വെച്ചാൽ അത് അവിടെ നല്ല സ്പേസാണ്. ജില്ലാ കോടതി സാറിരിക്കുന്ന കോടതി പോയി നോക്കിയാൽ കാണാം. സാറിരിക്കുന്ന കസേല ബ്രിട്ടീഷ് ക്രൗൺ പതിപ്പിച്ചതാണ്. 1802. അതിന് പഴക്കം 222 വർഷം. ഇപ്പോൾ 223 വർഷമാണ്. ഞങ്ങളെ ഉദ്ഘാടന ചടങ്ങ് 10:50 കഴിഞ്ഞാൽ അവർക്ക് കൂടി എല്ലാ കോടതി ഹാളുകളും കാണേണ്ട ഒരു സൗകര്യാർത്ഥമാണ് ഇങ്ങനെ 11 മണിക്ക് അവിടെ പോയിരിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കി. ഹൈക്കോടതി ജഡ്ജിമാർ കോടതികളിൽ വന്ന് കാണണ്ട, ജുഡീഷ്യൽ ഓഫീസർമാർ ഇരുന്നത് വന്ന് കാണാനുള്ളൊരു ചുറ്റുപാട് അവർക്ക് കൂടി കാണണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ചടങ്ങുകൾ ഉച്ചക്ക് എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാരെയും കൂടി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. പിന്നെ അതുപോലെ വൈകുന്നേരം ഞങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് നാട്ടുകാർക്ക് വരാൻ പറ്റുമോ? നാട്ടുകാർക്ക് എല്ലാവർക്കും വരാൻ കൂടി അതിനകത്ത് ഉണ്ടാവും. അത് ഷോർട്ടായിട്ടുള്ള പരിപാടികൾ മാത്രം. മനം മടുപ്പിക്കുന്ന കോടതി അന്തരീക്ഷത്തിന് വിരാമം. അറബിക്കടലിന്റെ കാഴ്ചകൾ നുകർന്ന നമുക്കിനി നീതി തേടാം. കോഫി ഷോപ്പും ബാങ്കും പോസ്റ്റ് ഓഫീസും വിശ്രമമുറികളും കോടതികളുമെല്ലാം ഒരു കുടക്കീഴിലെത്തുമ്പോൾ ജില്ലയിലെ നീതിന്യായ ആസ്ഥാനത്ത് ജനുവരി 25 ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളിലേക്ക് നേർരേഖയുടെ യാത്ര. കാണുക, അറിയുക നമ്മുടെ കോടതികളെ.